A body can be charged in different ways. One, charging by friction. Two, charging by conduction. Three, charging by induction. A body can be charged by charging by friction, conduction and induction. What is frictional electricity? Electrification due to friction is called frictional electricity. Electrification due to friction is called frictional electricity. When two bodies are rubbed each other, electrons in one body transferred to second body. When two bodies are rubbed each other, electrons from one body will transfer to another body. ഏത് ബോഡിക്കാണ് ഇലക്ട്രോൺ ലൂസ് ആകുന്നത്, ഏത് ബോഡിക്കാണ് ഇലക്ട്രോൺ ഗെയിൻ ആകുന്നത് എന്ന് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്? വാലൻസ് ഇലക്ട്രോൺസ് ലൂസായിട്ട് ബൗണ്ട് ചെയ്തിരിക്കുന്ന ബോഡിക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടും. വാലൻസ് ഇലക്ട്രോൺ ടൈറ്റ് ആയിട്ട് ബൗണ്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഹയർ വർക്ക് ഫംഗ്ഷൻ നമുക്ക് പറയാം. ഹയർ വർക്ക് ഫംഗ്ഷൻ ഉള്ള ബോഡിക്ക് ഇലക്ട്രോൺ ഗെയിൻ ചെയ്യും. When two bodies are rubbed each other, electrons in one body in which electrons are held less tightly അല്ലെങ്കിൽ നമുക്ക് അതിനെ ലോ വർക്ക് ഫംഗ്ഷൻ ഉള്ള മെറ്റീരിയൽ എന്ന് പറയാം. ലോ വർക്ക് ഫംഗ്ഷൻ ഉള്ള മെറ്റീരിയൽ ട്രാൻസ്ഫർ ടു സെക്കൻഡ് ബോഡി. ആ സെക്കൻഡ് ബോഡിയിൽ ഇലക്ട്രോൺസ് ആർ ഹെൽഡ് മോർ ടൈറ്റ്ലി കമ്പയർഡ് ടു ദി ഫസ്റ്റ്. അപ്പോൾ ആ ബോഡിക്ക് ഹയർ വർക്ക് ഫംഗ്ഷൻ ഉണ്ടെന്ന് പറയാം. അപ്പം വെൻ ടു ബോഡീസ് ആർ റബ്ഡ് ഈച്ച് അതർ, ഇലക്ട്രോൺസ് ഇൻ വൺ ബോഡി വിൽ ട്രാൻസ്ഫർ ടു സെക്കൻഡ് ബോഡി. അപ്പം ഇലക്ട്രോൺ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ലോസ് ആയ ബോഡിക്ക് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺ ഗെയിൻ ആയ ബോഡിക്ക് നെഗറ്റീവ് ചാർജും കിട്ടും. കാരണം ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജാണ്. അപ്പം നെഗറ്റീവ് ചാർജായി ഇലക്ട്രോൺ ഒരു ബോഡിയിൽ നിന്നും മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഫ്രിക്ഷൻ മൂലം. അപ്പം ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത ബോഡിക്ക് നെഗറ്റീവ് ചാർജും ഇലക്ട്രോൺ ലോസ് ആയ ബോഡിക്ക് പോസിറ്റീവ് ചാർജും കിട്ടും. When a glass rod is rubbed with silk, some of the electrons from glass are transferred to silk. When a glass rod is rubbed with silk, some of the electrons from the glass are transferred to silk. ഗ്ലാസിൽ നിന്നാണ് സിൽക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ഗ്ലാസിന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് the glass rod gets positive charge. സിൽക്കിന് ഇലക്ട്രോൺ ഗെയിൻ ആയി. അതുകൊണ്ട് the silk is negative charge. കോമൺലി ചോദിക്കുന്ന ഒന്ന് രണ്ട് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി മൂലം ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്ന കേസുകളാണ് എഴുതിയിരിക്കുന്നത്. ഗ്ലാസ് റോഡ് ആൻഡ് സിൽക്ക് ക്ലോത്ത്. അപ്പോൾ ഗ്ലാസ് റോഡിൽ നിന്നും ഇലക്ട്രോൺസ് സിൽക്ക് ക്ലോത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അതുകൊണ്ട് ഗ്ലാസ് റോഡിന് പോസിറ്റീവും സിൽക്കിന് നെഗറ്റീവും കിട്ടി. ഫർ ഓർ വൂളൻ ക്ലോത്ത്, എബണൈറ്റ് റോഡ് ഓർ ആംബർ. അപ്പം എബണൈറ്റ് റോഡ് വൂളൻ ക്ലോസുമായിട്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ വൂളൻ ക്ലോസിൽ നിന്നും ഇലക്ട്രോണുകൾ എബണൈറ്റ് റോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതുകൊണ്ട് വൂളൻ ക്ലോത്ത് അല്ലെങ്കിൽ ഫെറിന് പോസിറ്റീവ് ചാർജും എബണൈറ്റ് റോഡ് അല്ലെങ്കിൽ ആംബറിന് നെഗറ്റീവ് ചാർജും കിട്ടും. അതേപോലെ തന്നെ ട്രൈ ഹെയർ കോം. ട്രൈ ഹെയറിൽ നിന്നും ഇലക്ട്രോൺ പ്ലാസ്റ്റിക് കോമ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ തന്നെ റബ്ബർ ഷൂസ്, വൂളൻ കാർപ്പറ്റ്. റബ്ബർ ഷൂസിൽ നിന്നും വൂളൻ കാർപ്പറ്റിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഉണ്ടാവും. അതുകൊണ്ട് റബ്ബർ ഷൂസിന് പോസിറ്റീവ് ചാർജും വൂളൻ കാർപ്പറ്റിന് നെഗറ്റീവ് ചാർജും കിട്ടും. ഇതാണ് ഫ്രിക്ഷൻ മൂലം ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഉണ്ടാകുകയും ഓരോ ബോഡിക്ക് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് കിട്ടുന്നത് ഈ രീതിയിലാണ്. നെക്സ്റ്റ്, ചാർജിങ് ബൈ കണ്ടക്ഷൻ. The process of transfer of charge
by contact of two bodies is known as conduction. രണ്ട് ബോഡികൾ കോണ്ടാക്റ്റിലായിട്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ചാർജ് ട്രാൻസ്ഫർ നടക്കുന്നതിനെയാണ് നമ്മൾ ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. The process of transfer of charge by contact of two bodies is known as conduction. If a charged body is put in contact with uncharged body, the uncharged body becomes charged due to the transfer of electron from one body to the other. ഈ പിക്ചറിൽ നിങ്ങൾ നോക്കിക്കേ, ഒരു അൺചാർജ് സ്പിയർ എടുത്തു, ഒരു ചാർജ് സ്പിയർ എടുത്തു, അത് തമ്മിൽ കോണ്ടാക്റ്റിലായി കഴിഞ്ഞിട്ട് വീണ്ടും അത് സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് സംഭവിക്കൂ, രണ്ടിലും പോസിറ്റീവ് ചാർജ് കിട്ടി. കാരണം ഈ ചാർജ് ഉള്ള ബോഡിയിൽ നിന്നും കോണ്ടാക്റ്റിലായപ്പോൾ അൺചാർജ് ആയിട്ടുള്ള ബോഡിയിലേക്ക് ചാർജ് ട്രാൻസ്ഫർ ആയി. ഇതിനെയാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. മറ്റൊന്ന് ഇൻഡക്ഷൻ, ചാർജിങ് ബൈ ഇൻഡക്ഷൻ. എന്താണ് ഇൻഡക്ഷൻ? The phenomenon by which a neutral body gets charged by the presence of neighboring charged body is called electrostatic induction. The phenomena by which a neutral body gets charged by the presence of neighboring charged body. ഇവിടെ ഒരു അൺചാർജ് ബോഡിക്ക് ചാർജ് കിട്ടുന്നു. എങ്ങനെ? അതിൻ്റെ നിയർ ബൈയിലിരിക്കുന്ന ഒരു ചാർജ് ബോഡി മൂലം ഒരു അൺചാർജ് ബോഡിക്ക് ചാർജ് കിട്ടുന്ന പ്രോസസ്സിനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷനിൽ ഇവിടെ ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നില്ല. പകരം ഒരു ചാർജ് ബോഡിയെ ഒരു അൺചാർജ് ബോഡിയുടെ നിയർ ബൈ വെക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അൺചാർജ് ബോഡിക്ക് ചാർജ് കിട്ടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതിലൊരു ഡെമോൺസ്ട്രേഷൻ നമുക്ക് നോക്കാം. Bring two metal spheres A and B supported on an insulating stand in contact. അപ്പോൾ നമ്മളൊരു മെറ്റൽ സ്പിയേഴ്സ് എടുത്തു. മെറ്റൽ സ്പിയേഴ്സ് എയും ബിയും രണ്ട് മെറ്റൽ സ്പിയേഴ്സ് ആണ്. അത് ഒരു ഇൻസുലേറ്റഡ് സ്റ്റാൻഡിലാണ് വെച്ചിരിക്കുന്നത്. അത് തമ്മിൽ കോണ്ടാക്റ്റിൽ വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഒരു ചാർജ് റോഡ്, ഇത് പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള റോഡ് ആയിക്കോട്ടെ. ഇങ്ങനെ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള റോഡ് ഈ സ്പിയേഴ്സിന്റെ നിയർ ബൈ കൊണ്ടുവച്ചു. കോണ്ടാക്റ്റിലായിട്ടില്ല, അതിന്റെ നിയർ ബൈയിൽ കൊണ്ടുവച്ചു. Bring a positively charged rod near one of the spheres, say A. അപ്പോൾ എയുടെ അടുത്താണ് നമ്മൾ ഇതിനെ കൊണ്ടുവച്ചിരിക്കുന്നത്. Taking care that it does not touch the sphere. The free electrons in the sphere are attracted towards the rod. റോഡിന് പോസിറ്റീവ് ചാർജ് ആണ്. റോഡിന് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ ഈ സ്പിയറിൽ പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്, അല്ലേ? അപ്പോൾ ഈ റോഡിൽ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഈ സ്പിയറിലുള്ള നെഗറ്റീവ് ചാർജുകളെല്ലാം ഈ റോഡിലേക്ക് അട്രാക്ഷൻ മൂലം അതിൻ്റെ ഈ പോർഷനിൽ ഈ നെഗറ്റീവ് ചാർജസ് എല്ലാം ഈ പോർഷനിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്യും. അതേപോലെ തന്നെ പോസിറ്റീവ് ചാർജുകൾക്ക് എന്ത് സംഭവിച്ചു? പോസിറ്റീവ് ചാർജ് റിപ്പിളാ ചെയ്യുക. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജുകൾ ഓപ്പോസിറ്റ് സൈഡിൽ അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ നിയർ ബൈ നമ്മളൊരു പോസിറ്റീവ് ചാർജ് റോഡിനെയാണ് കൊണ്ടുവെക്കുന്നത്. പോസിറ്റീവ് ചാർജ് റോഡിനെ നിയർ ബൈ കൊണ്ടുവെക്കുമ്പോൾ ഈ സ്പിയേഴ്സിലുള്ള നെഗറ്റീവ് ചാർജ് എല്ലാം ഒരു സൈഡിൽ അക്യുമുലേറ്റ് ചെയ്യും, മറു സൈഡിൽ അതിൻ്റെ പോസിറ്റീവ് ചാർജ് എല്ലാം അക്യുമുലേറ്റ് ചെയ്യും. The free electrons in the spheres are attracted towards the rod. This leaves an excess of positive charge on the rear face of the sphere B. The process is called induction of charge. ഒരു സൈഡിൽ നെഗറ്റീവ് ചാർജ് എല്ലാം വരുന്നു, അതുകൊണ്ട് മറു സൈഡിൽ പോസിറ്റീവ് ചാർജ് ആയിട്ട് വരും. Separate the spheres by a small distance while the glass rod is still held near the sphere A. നമ്മൾ എന്താ ചെയ്തത്? ഈ സ്പിയേഴ്സിനെ നേരത്തെ നമ്മൾ കോണ്ടാക്റ്റിലാണ് വെച്ചിരുന്നത്. ഇപ്പോൾ ആ സ്പിയേഴ്സിനെ നമ്മൾ അല്പം ഡിസ്റ്റൻസിലേക്ക് സെപ്പറേറ്റ് ചെയ്യും. അങ്ങനെ ഡിസ്റ്റൻസിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു.
അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോഴും ഈ റോഡ് അതേപോലെ തന്നെ അതിൻ്റെ നിയർ ബൈ നമ്മൾ വെച്ചിട്ടാണ് ഈ സെപ്പറേഷൻ ഈ രണ്ട് സ്പിയേഴ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി എന്താ ചെയ്യുന്നത്? റിമൂവ് ദ റോഡ്. The charges on the spheres rearrange themselves as shown in the figure. നമ്മൾ ഇനിയും ഈ റോഡിനെ അങ്ങ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിൽ നെഗറ്റീവ് ചാർജസ് ആണ് കൂടുതലുണ്ടായിരുന്നത്, ഇതിൽ പോസിറ്റീവ് ചാർജസ് ആണ് അക്യുമുലേറ്റ് ചെയ്തത്. അത് റീഅറേഞ്ച് ആവും അല്ലേ? അത് ഈക്വൽ ആയിട്ട് അതിൻ്റെ ബോഡിക്ക് സർഫസിൽ അത് റീഅറേഞ്ച് ആയി നിൽക്കും. Now separate the spheres quite apart. The charge on them get uniformly distributed over them. ചാർജസ് യൂണിഫോം ആയിട്ട് അതിൽ ഡിസ്ട്രിബ്യൂട്ട് ആയി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ചാർജിന് നെഗറ്റീവ് ചാർജും ഈ സ്പിയറിന് നെഗറ്റീവ് ചാർജും ഈ സ്പിയറിന് പോസിറ്റീവ് ചാർജും നമ്മൾ കൊടുത്തു. എങ്ങനെയാണ് കൊടുത്തത്? ഇൻഡക്ഷൻ മൂലം. അതായത് മറ്റൊരു ചാർജ് ബോഡിയായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്ട് ഒന്നുമില്ല, ഒരു ചാർജ് ബോഡിയെ അതിൻ്റെ നിയർ ബൈ കൊണ്ടുവച്ചാണ് നമ്മൾ ഈ രണ്ട് ബോഡിക്കും ഒന്നിന് പോസിറ്റീവും ഒന്നിന് നെഗറ്റീവും നമുക്ക് കൊടുത്തത്. അപ്പോൾ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചാർജസ് ഈസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് മാസ്. ചാർജ് cannot exist without mass, though mass can exist without charge. എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ് cannot exist without mass. ചാർജ് മാത്രമായിട്ട് നമുക്ക് കിട്ടില്ല, കാരണം ചാർജിന്റെ കൂടെ മാസ് ഉണ്ടാവും. കാരണം ചാർജ് എന്ന് പറയുന്ന ഒരു ബോഡിക്ക് ചാർജ് കൊടുക്കുക എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യിക്കുക, ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ ആ ബോഡിക്ക് പോസിറ്റീവ് ചാർജ് കിട്ടും, ഇലക്ട്രോണിനെ നമ്മൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡിക്ക് നെഗറ്റീവ് ചാർജ് കിട്ടും. അപ്പോൾ ഇലക്ട്രോണിനെ നമ്മൾ ഒന്നെങ്കിൽ സപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ റിമൂവ് ചെയ്യണം. ഇലക്ട്രോണിനെ സപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രോണിന് ഒരു മാസ് ഉണ്ട്, ആ ബോഡിക്ക് മാസ് കൂടും. ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുമ്പോൾ ആ ബോഡിയുടെ മാസ് കുറയും. ഓരോ ഇലക്ട്രോണും ഓരോ മാസ് ഉണ്ട്, ആ മാസ് ആ ബോഡിക്ക് കുറവായിരിക്കും സംഭവിക്കുക. അതുകൊണ്ടാണ് ചാർജ് cannot exist without mass, though mass can exist with charge, without charge. ഒരു ബോഡിക്ക് ഒരു പർട്ടിക്കുലർ ബോഡി എടുത്താൽ ആ ബോഡിക്ക് മാസ് ഉണ്ട്, പക്ഷെ അതിന് ചാർജ് വേണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ചാർജിനെ സംബന്ധിച്ചോളം അതിനൊരു മാസ് ഉണ്ട്. When body is given positive charge, its mass decreases. When a body is given positive charge, meaning എന്താണ്? The electrons are removed from the body. Electrons are removed from the body. Then that body will get positive charge. Since electrons are removing from the body, its mass decreases. അതാണ് പറഞ്ഞിരിക്കുന്നത്. When body is given negative charge, its mass increases, because when a body is given negative charge means electrons are added to the body, so its mass increases. ഒരു objective type question: is mass of a body affected on charging? Is mass of a body affected on charging? Yes or no? Yes, this is because charging of a body is associated with transfer of electron which has mass. Is associated with transfer of electron which has mass. So the mass of a body is affected on charging. What is the cause of charging? What is the cause of charging? The cause of charging is the transference of electron from one body to another. A body is positively charged. A body is positively charged. It implies that A, there is only positive charge in the body. B, there is positive as well as negative charge in the body, but the positive charge is more than negative charge. There is equal positive and negative charge in the body, but positive charge lies in the outer region. D, negative charge is displaced from its position. What is the answer? Answer chat box lo itte. നിങ്ങൾ മനസ്സിലാക്കിയ ആൻസർ chat box lo ഇട്ടേ.
എ ബി സി ഡി ഏതാ കറക്റ്റ്? എല്ലാരും ഇട്ടോ രണ്ടുപേരെ ആയിട്ടുള്ളൂ. ഇനിയുണ്ട് ക്ലാസ്സിൽ 3 പേര്. ഷോൺ, അനു, നന്ദന, രാഹുൽ, രോഹിത്. ഓക്കെ, ഗുഡ്. ഓക്കെ, ദ ആൻസർ ഈസ് ബി. എല്ലാവരുടെയും ആൻസർ കറക്റ്റ് ആണ്. A body is positively charged implies that there is positive as well as negative charge in the body, but the positive charge is more than negative charge. ഒരു ബോഡിയിൽ എടുക്കുകയാണെങ്കിൽ ആ ബോഡിക്ക് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജും ഉണ്ട്. നോർമൽ കണ്ടീഷൻ അല്ലെങ്കിൽ ന്യൂട്രൽ കണ്ടീഷനിൽ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ട് അത്രയും തന്നെ നെഗറ്റീവ് ചാർജസ് ഉണ്ടാവും. ഒരു ബോഡിക്ക് പോസിറ്റീവ് ചാർജ് കിട്ടുക എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് നമ്മൾ പോസിറ്റീവ് ചാർജ് കൊടുക്കുക, അല്ലെങ്കിൽ അതിലുള്ള ഇലക്ട്രോൺസ് കുറേ ഇലക്ട്രോൺസിനെ നമ്മൾ റിമൂവ് ചെയ്യിക്കുക. കുറേ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യിക്കുമ്പോൾ അതിൽ അഡീഷണൽ ആയിട്ട് പോസിറ്റീവ് ചാർജ് ആയി. അപ്പോൾ the answer is B, right answer. Okay, on rubbing, when one body gets positively charged and other negatively charged, the electron transferred from positively charged body to negatively charged body are valence electrons only, electrons on the inner shell, both valence electron and the electrons of the inner shell yet to be established. Question എന്താണ്? On rubbing, when one body get positively charged and other negatively charged, the electron transferred from positively charged body to negatively charged body are. അപ്പോൾ ഫ്രിക്ഷൻ മൂലം ഒരു ബോഡിയിൽ നിന്നും മറ്റൊരു ബോഡിയിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബോഡിക്ക് ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ട ബോഡിക്ക് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത ബോഡിക്ക് നെഗറ്റീവ് ചാർജും കിട്ടുന്നു. ഏത് ഇലക്ട്രോൺസ് ആണ് ഈ മൂവ്മെന്റ് നടത്തുന്നത്, അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നത് ഏത് ഇലക്ട്രോൺസ് ആണ്? ബാലൻസ് ഇലക്ട്രോൺ ആണോ, ഇന്നർ ഷെൽസിലുള്ള ഇലക്ട്രോൺസ് ആണോ, അതോ ഇന്നർ ഷെൽസിലുള്ള ഇലക്ട്രോണും വാലൻസ് ഷെല്ലും രണ്ടും മൂവ് ചെയ്യുമോ, അതോ ഇനിയും അത് ഏത് ഇലക്ട്രോൺസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഏത് ഇലക്ട്രോൺസ് ആണ് മൂവ് ചെയ്യുന്നത്? വാലൻസ് ഇലക്ട്രോൺസ്. എന്താണ് വാലൻസ് ഇലക്ട്രോൺസ്? വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോൺസിനെയാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഈ വാലൻസ് ഇലക്ട്രോൺസ് ആണ് ന്യൂക്ലിയസുമായിട്ട് ലൂസ്ലി ബൗണ്ടഡ് ആയിരിക്കും. കാരണം ന്യൂക്ലിയസിൽ നിന്നും വളരെ അകലെയാണ് അത് നിൽക്കുന്നത്, അതുകൊണ്ട് അത് ലൂസ്ലി ബൗണ്ടഡ് ആണ്. അതുകൊണ്ട് വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഒരു ആറ്റത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു ബോഡിയിൽ നിന്നും മറ്റൊരു ബോഡിയിലേക്ക് മൂവ് ചെയ്യുന്നത്. But the answer is A. ഷോണിന്റെ ആൻസർ കറക്റ്റ് ആണ്, ബാക്കിയുള്ളവരാരും റിപ്ലൈ ചെയ്തിട്ടില്ല. അടുത്തത്, a large non-conducting sheet M is given a uniform charge density. Two uncharged small metal rods A and B are placed near the sheet as shown in the figure. Then A, M attracts A, B, M attracts B, C, A attracts B, D, all of this. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എ ലാർജ് നോൺ കണ്ടക്ടിങ് ഷീറ്റ്. ഇപ്പൊ നോൺ കണ്ടക്ടിങ് ഷീറ്റ് എന്ന് പറയുന്നത് കണ്ടക്ടർ അല്ലാത്ത ഒരു ഷീറ്റ്, മെറ്റൽ അല്ലാത്ത ഒരു ഷീറ്റ്, അതാണ് എം. കണ്ടല്ലോ ഫിഗറിൽ എം. ഈസ് ഗിവൺ എ യൂണിഫോം ചാർജ് ഡെൻസിറ്റി. അതിലേക്ക് ചാർജ് കൊടുത്തു, പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ ഏത് ചാർജ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. കുറേ ചാർജ് കൊടുത്തു. അപ്പം ഈ നോൺ കണ്ടക്ടിങ് ഷീറ്റിന്റെ പ്രത്യേകത, നോൺ കണ്ടക്ടിങ് ഷീറ്റിലേക്ക് നമ്മൾ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ആ ചാർജ് അവിടെ തന്നെ നിൽക്കും, അല്ലാതെ അത് മൂവ് ചെയ്യത്തില്ല. അതാണ് നോൺ കണ്ടക്ടിങ് ഷീറ്റിന്റെ പ്രത്യേകത. അപ്പോൾ എം എന്ന് പറയുന്ന ഒരു നോൺ കണ്ടക്ടിങ് ഷീറ്റിലേക്ക് നമ്മൾ ചാർജ് കൊടുത്തു.
അതിൻ്റെ അതിൻ്റെ ചാർജ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഒരു ചാർജ് കൊടുക്കുമ്പോൾ അതിന് സർഫസ് ചാർജ് ഡെൻസിറ്റി ഉണ്ടാവും. ഇനി പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? 2 അൺചാർജ് സ്മോൾ മെറ്റൽ റോഡ്സ് എ ആൻഡ് ബി. അപ്പം എ എന്ന് പറയുന്ന ഒരു റോഡും ബി എന്ന് പറയുന്ന മറ്റൊരു റോഡും അതിൻ്റെ നിയർ ബൈ നമ്മൾ പ്ലേസ് ചെയ്തു. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? എം എന്ന് പറയുന്ന ഈ ഷീറ്റ് എ അട്രാക്ട് ചെയ്യുമോ? എം എന്ന് പറയുന്ന ഈ ഷീറ്റ് ബി എ അട്രാക്ട് ചെയ്യുമോ? എ ബി എ അട്രാക്ട് ചെയ്യുമോ? അതോ എല്ലാം ഓൾ ഓഫ് ദീസ് ആണോ? ആൻസർ എന്തായിരിക്കും? ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന ഫിനോമിന ആ തിയറിയിലാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ആൻസർ പറയൂ. ഷോൺ മാത്രമേ റിപ്ലൈ ചെയ്തുള്ളൂ. വീണ്ടും ഷോണിന്റെ ആൻസർ കറക്റ്റ് ആണ്. നമുക്ക് എം എന്ന് പറയുന്ന ഷീറ്റിലേക്ക് ഒരു പോസിറ്റീവ് ചാർജ് ആണ് കൊടുക്കുന്നത് വിചാരിക്കുക. പോസിറ്റീവ് ചാർജ് കൊടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് ചാർജ് ആ ബോഡിയിൽ നിറച്ച് പോസിറ്റീവ് ചാർജ് ആയി. ഈ ബോഡിയിലേക്ക് പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ അതിൻ്റെ നിയർ ബൈ ഇരിക്കുന്ന എ എന്ന് പറയുന്ന റോഡിൽ ഇൻഡക്ഷൻ മൂലം അതിൻ്റെ ഈ സൈഡിൽ നെഗറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യും, ഈ സൈഡിൽ പോസിറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യും. ബിയിലും അതേപോലെ തന്നെ ഈ സൈഡിൽ നെഗറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യുകയും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോസിറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട്, എയുടെ ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ഇത് തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ബിയുടെ ഇത് നെഗറ്റീവ് ചാർജ് ആണ്, ഇത് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഇത് തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. പിന്നെ എയുടെ ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ്, ഇവിടെ നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഇത് തമ്മിലും ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ എയും ബിയും സിയും ശരിയാണ്. അപ്പോൾ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. ഓൾ ഓഫ് ദീസ്. Next, quantization of charge. Quantization of charge. According to quantization of charge, the charge of a body is always an integral multiple of fundamental charge E, the charge of the electron. According to quantization of charge, the charge on a body is always an integral multiple of fundamental charge E. ഒരു ബോഡിയിലെ ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും ഫണ്ടമെന്റൽ ചാർജ് ആയ ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ ആണ് ഫണ്ടമെന്റൽ ചാർജ് ആയി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ ചാർജ് ആയ ഇയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. നമ്മളിപ്പോൾ തിയറി പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നല്ലോ, ഒരു ബോഡിക്ക് എങ്ങനെയാണ് ചാർജ് കിട്ടുക? ഒരു ബോഡിക്ക് ചാർജ് കിട്ടുന്നത് ഒരു ബോഡിയിൽ നിന്നും ഇലക്ട്രോണിനെ ഒന്നെങ്കിൽ റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇലക്ട്രോണിനെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ഇലക്ട്രോണിനെയാണ് നമുക്ക് ഒന്നെങ്കിൽ ആഡ് ചെയ്യാം, റിമൂവ് ചെയ്യാം. അല്ലാതെ നമുക്ക് അര ഇലക്ട്രോണായിട്ട് ആഡ് ചെയ്യാനൊക്കെ പറ്റത്തില്ല. ഒരു 1/4 ഇലക്ട്രോണായിട്ട് നമുക്ക് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുകയോ ആഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒന്നെങ്കിൽ ഒരു ഇലക്ട്രോൺ, അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ, അല്ലെങ്കിൽ 3 ഇലക്ട്രോൺ, അങ്ങനെ മാത്രമേ നമുക്ക് ആഡ് ചെയ്യുകയോ റിമൂവ് ചെയ്യാനോ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ഇ ആണ്. അപ്പോൾ ഒന്നെങ്കിൽ 1e മാറ്റാം, അല്ലെങ്കിൽ 2e മാറ്റാം, അല്ലെങ്കിൽ 3e മാറ്റാം, അല്ലെങ്കിൽ ആഡ് ചെയ്യാം. അതുകൊണ്ടാണ് നമുക്ക് പറയുന്നത് എപ്പോഴും ഫണ്ടമെന്റൽ ചാർജായ ഇലക്ട്രോണിന്റെ ചാർജായ ഇയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും ഒരു ബോഡിയുടെ ചാർജ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് മാത്തമാറ്റിക്കലി എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? Q is equal to plus or minus Ne. What is n? N is an integer, that is 1, 2, 3, etc. What is E? E is the charge of the electron. The value of charge of the electron is 1.6 into 10 raised to minus 19 coulomb. ഇവിടെ പ്ലസ് ഓർ മൈനസോ പറയുന്നത് ഇലക്ട്രോണെ ആഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ നെഗറ്റീവ് Ne ആയിരിക്കും, ഇലക്ട്രോണെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും, പ്ലസ് Ne ആയിട്ട് മാറും. അപ്പോൾ പ്ലസ് ഓർ മൈനസ് Ne. ഇതാണ് ഇക്വേഷൻ ഫോർ ക്വാണ്ടൈസേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. Which is bigger, the charge of the electron or 1 coulomb? The charge of the electron ആണോ 1 coulomb ആണോ bigger quantity? ഏതാണ് bigger quantity? 1 coulomb ആണ് bigger quantity, because
the charge of the electron is 1.6 into 10 raised to minus 19 coulomb ആണ്. minus 19 coulomb ആണ്. അത്രയും ചെറുതാണ്. അപ്പോൾ 1 coulomb ആണ് bigger quantity. അടുത്ത NCERTയിലെ ഒരു എക്സസൈസ് ആണ്. എക്സസൈസ് 1.11. A polythene piece rubbed with wool is found to have a negative charge. 3 into 10 raised to minus 7 coulomb. Estimate the number of electrons transferred from which to which. Is there a transfer of mass from woolen to polythene? അപ്പോൾ ഇവിടെ ഒരു പോളിത്തീൻ പീസും വൂളും കൂടെ റബ്ബ് ചെയ്യുകയാണ്. അപ്പോൾ ഇലക്ട്രോൺസ് ഒരു ബോഡിയിൽ നിന്നും മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഏതിൽ നിന്നും ഏതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ എത്ര ഇലക്ട്രോണുകൾ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ മാസിന് എന്തെങ്കിലും ട്രാൻസ്ഫർ നടക്കുമോ ഇല്ലയോ എന്നും കൂടെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് നോക്കാം. When polythene is rubbed against wool, a number of electrons get transferred from wool to polythene. അപ്പം ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫ്രം wool to polythene. ഇലക്ട്രോൺസ് വൂളിൽ നിന്നും പോളിത്തീനിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം വൂളിൽ നിന്നും പോളിത്തീനിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ വൂളിന് ഇലക്ട്രോൺസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് wool becomes positively charged and polythene becomes negatively charged. അത് എത്ര ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഇക്വേഷൻ ഓഫ് ക്വാണ്ടൈസേഷനിൽ നിന്ന് എഴുതാം. Q is equal to NE. അതിൽ N ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ N is equal to Q by E കണ്ടുപിടിക്കണം. എത്ര ചാർജാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3 into 10 raised to minus 7 coulomb നെഗറ്റീവ് ചാർജാണ് ട്രാൻസ്ഫർ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് Qന്റെ വാല്യൂ 3 into 10 raised to minus 7. Charge of the electron E is equal to 1.6 into 10 raised to minus 19. We will get 2 into 10 raised to 12. ഇത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് അവിടെ ട്രാൻസ്ഫർ ആയിരിക്കുന്നത്. ഇനിയും രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് മാസ് ട്രാൻസ്ഫർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. മാസിന് ട്രാൻസ്ഫർ ഉണ്ടാവും. കാരണം ഇവിടെ എത്ര ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്? 2 into 10 raised to 12 ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് വൂളിൽ നിന്നും പോളിത്തീനിലേക്ക്. അതുകൊണ്ട് അവിടെ ഒരു മാസിന് ചേഞ്ച് വന്നിട്ടുണ്ട്. എന്തുമാത്രം മാസ് ആണ് ഇവിടെ ട്രാൻസ്ഫർ ആയിരിക്കുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ വാല്യൂ അല്ലേ, ഈ വാല്യൂ ഇൻറ്റു 1.875 into 10 raised to 12 into mass of 1 electron. What is the mass of 1 electron? The question is under mass of 1 electron is 9.1 into 10 raised to minus 31 kilogram. Then answer 3 term 1.7 into 10 raised to minus 18 kilogram. 1.7 into 10 raised to minus 18 kilogram. A substance has 1 coulomb of negative charge on it. How many electrons are there in excess on it as compared to neutral state? ഒരു ബോഡിയിലേക്ക് 1 coulomb ചാർജ് 1 coulomb നെഗറ്റീവ് ചാർജസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ എത്ര ഇലക്ട്രോണുകൾ അഡീഷണൽ ആയിട്ട് ഉണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പഠിച്ച ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെ ചെയ്യാം. Q is equal to NE. അപ്പോൾ ഇവിടെ Q എന്ന് പറയുന്ന ചാർജ് എന്ന് പറയുന്നത് 1 coulomb ആണ്. അപ്പോൾ 1 divided by 1.6 into 10 raised to minus 19 and we will get 6.25 into 10 raised to 18. അതായത് 1 coulomb ചാർജിൽ ഇത്രയും ഇലക്ട്രോണുകൾ അവൈലബിൾ ആണ്. 6.25 into 10 raised to 18 ഇലക്ട്രോൺസ് ആണ് 1 coulomb ഓഫ് ചാർജിൽ ഉള്ളത്.
Okay. Quantization of charge implies charge cannot be destroyed, charge exists on particles. C, there is a minimum permissible charge on a particle. D, charge which is a fraction of a charge of an electron is not possible. Quantization of charge il namukku endha manasilakan sadikkunnathu idil edana A, B, C or D? ഒരാൾ മാത്രമേ റിപ്ലൈ ചെയ്തുള്ളൂ. ബാക്കി ആരെന്ത് റിപ്ലൈ ചെയ്യാതെ? വേറെ ആരും ഇല്ലേ ക്ലാസ്സിൽ? ഓക്കെ, ഷോൺ മാത്രമേ ഉള്ളെങ്കിൽ ഷോൺ മാത്രം മതി. Quantization of charge implies A, charge cannot be destroyed. Charge cannot be destroyed എന്ന് വെച്ചാൽ കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. എന്നാൽ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് അല്ലത്, അത് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. നെക്സ്റ്റ് രണ്ടാമത്തെ പാർട്ട്, ചാർജ് എക്സിസ്റ്റ് ഓൺ പാർട്ടിക്കിൾസ്, അതാണോ? അല്ല. ദർ ഇസ് എ മിനിമം പെർമിസിബിൾ ചാർജ് ഓൺ എ പാർട്ടിക്കിൾ, അതുമല്ല. ഡി എന്താണ്? ചാർജ് വിച്ച് ഈസ് എ ഫ്രാക്ഷൻ ഓഫ് എ ചാർജ് ഓൺ ആൻ ഇലക്ട്രോൺ ഈസ് നോട്ട് പോസിബിൾ. അതായത് ഒരു ഇലക്ട്രോണിലെ ചാർജിന്റെ ഫ്രാക്ഷൻസ് ട്രാൻസ്ഫറിങ് പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പം മിനിമം ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ആണ് നമുക്ക് മൂവ് ചെയ്യിക്കാൻ കഴിയുന്നത്. അപ്പോൾ ദ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ചാർജ് വിച്ച് ഈസ് എ ഫ്രാക്ഷൻ ഓഫ് എ ചാർജ് ഓൺ ആൻ ഇലക്ട്രോൺ ഈസ് നോട്ട് പോസിബിൾ. Next, additive nature of charge. Charge being a scalar adds up algebraically. Therefore, the total charge of a body is equal to the algebraic sum of all the electric charges distributed on different parts of body. ചാർജ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് നമുക്ക് ഓൾജിബ്രിക് സം എടുത്താൽ മതി, അല്ലാതെ വെക്ടർ സമ്മിലോട്ടൊന്നും പോകണ്ട. വെക്ടർ ക്വാണ്ടിറ്റിക്കാണ് നമ്മൾ വെക്ടർ സം എടുക്കുന്നത്. ഇത് വെക്ടർ ക്വാണ്ടിറ്റി അല്ല, സ്കെയിലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് വെറുതെ നമുക്ക് സമ്മപ്പ് ചെയ്താൽ മതി. The total charge of a body is equal to the algebraic sum of all the electric charges distributed on different parts of the body. അപ്പോൾ ഒരു ബോഡിയുടെ ടോട്ടൽ ചാർജ് എടുക്കുക എന്ന് പറയുന്നത് ആ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലുള്ള എല്ലാ ചാർജും കൂടെ ഓൾജിബ്രിക് സം ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡിയുടെ ടോട്ടൽ ചാർജ് നമുക്ക് കിട്ടും. While taking the algebraic sum, the sign of the charge must be taken into account. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചാർജിന്റെ സൈൻ പോസിറ്റീവ് ചാർജ് ആണോ നെഗറ്റീവ് ചാർജ് ആണോ എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണം. For example, a body having a charge plus 2q and plus q will add up to plus 3q. അപ്പം പ്ലസ് 2q പ്ലസ് q ആണ്, അത് 3q ആയി മാറി. എന്നാൽ മറ്റൊരു എക്സാമ്പിൾ പ്ലസ് 2q മൈനസ് 2q ആണ്. അപ്പോൾ അത് സം ചെയ്യുമ്പോഴെന്താണ്? ഇവിടെ ഒരു പ്ലസും ഒരു മൈനസും ആണ്, അതുകൊണ്ട് അത് സം ചെയ്യുമ്പോൾ 0 ആവും. അപ്പോൾ അതിൻ്റെ പോളാരിറ്റി ആയ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യണം അതിൻ്റെ സം ചെയ്യുമ്പോൾ. കൺസർവേഷൻ ഓഫ് ചാർജ്. The charge can neither be created nor be destroyed. For an isolated system,
total charge remains constant. This is the principle of conservation of charge. Okay. അടുത്തൊരു എക്സസൈസ് ആണ്. Two insulated charged copper spheres A and B of identical size have charges QA and minus 3 QA respectively. When they are brought in contact with each other and then separated, what are the new charges on them? അപ്പം രണ്ട് കോപ്പർ സ്പിയേഴ്സ് ഉണ്ട്. കോപ്പർ സ്പിയേഴ്സ് എ ആൻഡ് ബി, അത് ഐഡന്റിക്കൽ സൈസാണ്, ഒരേപോലെ സൈസ് ഉള്ളതാണ്. എയുടെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ക്യു എ ആണ്. ബിയുടെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് -3 ക്യു എ ആണ്. അപ്പം എയും ബിയും നമ്മൾ കോണ്ടാക്റ്റിൽ വെച്ചു. കോണ്ടാക്റ്റിൽ വെച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? രണ്ടും ഒരേപോലുള്ള ഒരേ സൈസിലുള്ളത് ആയതുകൊണ്ട് അത് ഈക്വൽ ആയിട്ട് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇത് സെപ്പറേറ്റ് ഇത് കോണ്ടാക്റ്റിൽ വന്നതിന് ശേഷം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? കോണ്ടാക്റ്റിൽ വന്നു കഴിയുമ്പോൾ ഈക്വൽ ആയിട്ട് ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രിബ്യൂട്ട് ആവും. ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് ഇത് സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈക്വൽ ആയിട്ട് ചാർജ് രണ്ടിലും ഒരേപോലുള്ള ചാർജ് ആയിരിക്കും വരിക. അപ്പം ഈ രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ചാർജ് എത്ര വരും? ക്യു എ പ്ലസ് -3 ക്യു എ. അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈക്വൽ ആയിട്ട് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കിട്ടും: ക്യു എ -3 ക്യു എ ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് -QA. അപ്പം ഓരോ ബോഡിക്കും -QA എന്ന് പറയുന്ന ചാർജ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഐഡന്റിക്കൽ സൈസ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈക്വൽ ആയിട്ട് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ആയത്. ഇനിയും ഐഡന്റിക്കൽ സൈസ് ഓർ ഷേപ്പോ അല്ലാത്ത ബോഡിയുടെ കേസിൽ അത് ഈക്വൽ ആയിട്ടായിരിക്കില്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ അതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ ബേസിസിൽ വേണം നമുക്കതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി. കാരണം സർഫസ് ചാർജ് ഡെൻസിറ്റി ഈക്വൽ ആയിരിക്കും, രണ്ട് ബോഡിക്കും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഡിഫറെൻറ്റ് ഷേപ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സൈസ് ഒക്കെ ആണെങ്കിൽ. ഇപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ മിക്കവാറും എല്ലാം ഐഡന്റിക്കൽ ഷേപ്പ് ആൻഡ് സൈസ് എന്ന് പറഞ്ഞായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ. ടു ഐഡന്റിക്കൽ മെറ്റാലിക് സ്പെറിക്കൽ ഷെൽ എ ആൻഡ് ബി ഹാവിംഗ് ചാർജസ് +4Q and -10Q are kept a certain distance apart. A third identical uncharged sphere C is first placed in contact with sphere A and then with sphere B. Then spheres A and B are brought in contact and then separated. Find the charge on the spheres A and B. ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ടു ഐഡന്റിക്കൽ മെറ്റാലിക് സ്പെറിക്കൽ ഷെൽ എ ആൻഡ് ബി. ഇവിടെ നമുക്ക് രണ്ട് സ്പെറിക്കൽ ഷെല്ലുണ്ട്, എയും ബിയും. എയുടെ ചാർജ് +4Q, ബിയുടെ ചാർജ് -10Q. ഓക്കെ, ഇനി ഒരു തേർഡ് ഐഡന്റിക്കൽ അൺചാർജ് സ്പിയർ സി എന്ന് പറയുന്ന മറ്റൊരു സ്പിയർ. അതിൽ ചാർജ് ഒന്നുമില്ല. അവർ ആദ്യം എന്താ ചെയ്തത്? സ്പിയർ സി ഈസ് ഫസ്റ്റ് പ്ലേസ്ഡ് ഇൻ കോണ്ടാക്ട് വിത്ത് സ്പിയർ എ. അപ്പം ആദ്യം സിയും എയും തമ്മിൽ കോണ്ടാക്റ്റിലായി. സിയും എയും തമ്മിൽ കോണ്ടാക്റ്റിലായപ്പോൾ ഇതിൻ്റെ ചാർജസ് ഈക്വൽ ആയിട്ട് എയിലും സിയിലും ഡിസ്ട്രിബ്യൂട്ട് ആയി. അപ്പോൾ സിക്ക് ഒരു ചാർജായി. ഇനി ഇങ്ങനെയുള്ള ഒരു പെർട്ടിക്കുലർ ചാർജ് കിട്ടിയ സി ആണ് നമ്മൾ ബി യു ആയിട്ട് കോണ്ടാക്റ്റിൽ ഏർപ്പെടുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും ഈ രണ്ടിൻ്റെയും ചാർജ് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവും. അതിനുശേഷം സെപ്പറേറ്റ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയും ബിയുടെയും പിന്നീടുള്ള ചാർജ് എത്രയാണെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിപ്പോൾ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. ആദ്യം നമുക്ക് എയും സിയും കോണ്ടാക്റ്റിലാണ് ചെയ്യുന്നത്. എയും സിയും കോണ്ടാക്റ്റിലാണ്. എയുടെ ചാർജ്
+4q ആണ്. സിക്ക് ചാർജ് ഇല്ല, അത് കോണ്ടാക്റ്റിലായി കഴിയുമ്പോൾ ഈക്വൽ ആയിട്ട് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഓരോന്നിനും എത്ര ചാർജ് എന്ന് കണ്ടുപിടിക്കാം? +4q + 0 / 2. അപ്പോൾ ഈ രണ്ട് ബോഡിക്കും എയ്ക്കും സിക്കും ഇപ്പോൾ എത്ര ചാർജ് ആയി? +2q +2q ഈക്വൽ ആയിട്ട് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇനി ഈ +2q ചാർജ് ഉള്ള സി എന്ന് പറയുന്ന സ്പിയറിനെയാണ് നമ്മൾ ഇനിയും ബി എന്ന് പറയുന്ന സ്പിയറുമായിട്ട് കോണ്ടാക്റ്റിലാകുന്നത്. അപ്പോൾ ബി അല്ല സി എന്ന് ബി എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന സ്പിയറുമായിട്ട് കോണ്ടാക്റ്റിലാകുന്നത്. ബി എന്ന് പറയുന്ന സ്പിയറുമായിട്ട് ഈ സി എന്ന് പറയുന്ന +2q ചാർജ് ഉള്ള സ്പിയർ കോണ്ടാക്റ്റിലാകുകയാണ്. അതാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ചാർജ് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ബിയുടെ ചാർജ് -10q ആണ്, -10q എഴുതി. സിയുടെ ചാർജ് +2q ആണ്, +2q എഴുതി. അത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. രണ്ട് ബോഡിയാണ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ /2. അപ്പോൾ രണ്ട് ബോഡിക്കും എത്ര ചാർജ് കിട്ടി? -4q -4q. അപ്പോൾ ബിക്കും സിക്കും -4q. ഓക്കെ. അപ്പോൾ എയുടെ ചാർജ് എത്രയായിരുന്നു? എയുടെ ചാർജ് പുതിയ ചാർജ് +2q. അതേപോലെ തന്നെ ബിയുടെ പുതിയ ചാർജ് എത്ര കിട്ടി? ബിയുടെ പുതിയ ചാർജ് -4q. ഇനി എന്താ ചെയ്തേക്കുന്നത്? Then spheres A and B are brought in contact and then separated. അപ്പോൾ ഇനിയും എയും ബിയും കോണ്ടാക്ട് ചെയ്യുന്നു. ഇനി എയും ബിയും കോണ്ടാക്ട് ചെയ്യുന്നു. അപ്പോൾ എയും ബിയും കോണ്ടാക്ട് ചെയ്യുമ്പോൾ എയുടെ ചാർജ് ഇതായി പുതിയ ചാർജ്, ബിയുടെ പുതിയ ചാർജ് ഇത്. എന്നിട്ട് അത് സെപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ചാർജസ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ +2q -4q / 2, അതായത് -q. അപ്പോൾ പുതിയ ചാർജ് എയ്ക്കും ബിക്കുമുള്ള പുതിയ ചാർജുകൾ എന്ന് പറയുന്നത് -q വീതം ആണ്. ഇതാണ് അതിൻ്റെ സ്റ്റെപ്സ്, ഓരോ സ്റ്റെപ്സ്. ഓക്കെ. അടുത്തത് കുളോംസ് ലോ. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറിയാണ് കുളോംസ് ലോ, അല്ലെങ്കിൽ ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് നമുക്ക് പറയാം. എന്താണ് കുളോംസ് ലോ? ഓൾറെഡി നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകാം. Coulomb's law states that the force of attraction or repulsion between 2 point charges is directly proportional to the product of charges and inversely proportional to square of the distance between them and acted along the line joining the two charges. Coulomb's law പറയുന്നത് the force of attraction or repulsion between 2 point charges is directly proportional. രണ്ട് ചാർജുകൾ അടുത്തടുത്ത് വെക്കുകയാണെങ്കിൽ ആ ചാർജുകൾ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സോ അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സോ ഉണ്ടാവും. ആ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു product of the charges. It is directly proportional to product of the charges and inversely proportional to square of the distance between them, and it acts along the line joining the two charges. അപ്പോൾ ഇവിടെ രണ്ട് ചാർജുകൾ Q1 ഉം Q2 ഉം. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് ചാർജുകളുടെയും പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതേപോലെ തന്നെ ഇതിന്റെ ഡിസ്റ്റൻസ്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് r ആയിട്ട് എടുക്കുകയാണെങ്കിൽ r² ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കുക. അതുപോലെ തന്നെ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഏതിലൂടെയാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? ഈ ലൈനിലൂടെയാണ്. ഇത് തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഈ ലൈനിലൂടെയാണ് ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതാം. F is proportional to Q1 Q2 divided by r². പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? K എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. Where K is a constant which depends on the nature of the medium. If the charges are placed in free space or vacuum, then the value of K can be recognized. K is equal to 1/4 pi epsilon 0. What is epsilon 0? Epsilon 0 is the permittivity of free space. Epsilon 0 is the permittivity of free space. Its value is 8.85 into 10 raised to -12 coulomb square per Newton meter square. The value of epsilon 0 is 8.85 into 10 raised to -12 coulomb square per Newton meter square. അപ്പോൾ ഈ ഇക്വേഷനിൽ
എപ്സിലോൺ സീറോയുടെ വാല്യൂം 4πയുടെ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെയുടെ വാല്യൂ കിട്ടി 9 × 10⁹ ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളോം സ്ക്വയർ. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളോം സ്ക്വയർ. അപ്പോൾ നമുക്ക് കുളോംസ് ലോയുടെ ഈ ഇക്വേഷനിൽ ആ വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? F is equal to 1/4πε0 into Q1 Q2 by R square അല്ലെങ്കിൽ 1/4πε0യുടെ വാല്യൂ ആയ 9 × 10⁹ Q1 Q2 divided by R square. That is Coulomb's law. Coulomb's law ഒരു എക്സസൈസ് ആണ്. NCERT exercise 1.1. What is the force between two small charge spheres having charges 2 × 10⁻⁻7 coulomb and 3 × 10⁻⁻7 coulomb placed 30 cm apart in air? രണ്ട് ചാർജ് സ്പിയേഴ്സ് എയും ബിയും. എയുടെ ചാർജ് 2 × 10⁻⁻7 coulomb, ബിയുടെ ചാർജ് 3 × 10⁻⁻7 coulomb. അത് തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ട്. R is equal to 30 cm. നമുക്ക് കണ്ടുപിടിക്കുന്നത് ഫോഴ്സിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഫോഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റ ഒക്കെ എഴുതാം. Q1 is equal to 2 × 10⁻⁻7 coulomb. Q2 is equal to 3 × 10⁻⁻7 coulomb. R is equal to 30 × 10⁻⁻2 meter. സെന്റിമീറ്ററിലാണ്, അത് മീറ്ററിലോട്ട് മാറ്റണം. F കണ്ടുപിടിക്കാമല്ലോ. F is equal to 9 × 10⁻⁹ into Q1 Q2 by R square. എത്ര കിട്ടും? Six into 10⁻³ ന്യൂട്ടൺ കിട്ടും. 6 into 10⁻³ ന്യൂട്ടൺ. അടുത്തത് കാൽക്കുലേറ്റ് ദ കൂളോംബ് ഫോഴ്സ് ബിറ്റ്വീൻ an alpha particle and a proton separated by 5.12 × 10⁻15 meter in vacuum. അപ്പോൾ ഇവിടെ രണ്ട് ചാർജുകൾ, ഒന്ന് ആൽഫ പാർട്ടിക്കിൾ ആണ്, മറ്റൊന്ന് ഒരു പ്രോട്ടോൺ ആണ്. അത് തമ്മിൽ ഒരു ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഹീലിയം ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ഹീലിയം ന്യൂക്ലിയസ് ആയതുകൊണ്ട് തന്നെ അതിൽ എത്ര ചാർജുകളുണ്ട്? 2 പ്രോട്ടോണുകളാണുള്ളത് അല്ലേ? 2 പ്രോട്ടോണുകൾ. അപ്പോൾ 2 പ്രോട്ടോണുകളുടെ ചാർജ് എത്ര? 2e. പോസിറ്റീവ് ചാർജ് ആണ് 2e. അപ്പം Q1 എന്ന് പറയുന്നത് 2e. Q2 എന്ന് പറയുന്നത് ഒരു പ്രോട്ടോൺ ആണ് അല്ലേ? പ്രോട്ടോൺ ആണ്. അപ്പോൾ അതിൻ്റെ ചാർജ് E ആണ്. നമ്മുടെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 5.12 × 10⁻⁻15. അത് വാക്യത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഫോഴ്സിന്റെ ഇക്വേഷൻ 9 × 10⁻⁹ Q1 Q2 by R square കണ്ടുപിടിച്ചേ. പിന്നെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം, കുളോംബ്സ് ലോ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ കുളോംബ്സ് ലോ വെച്ച് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ പൊളാരിറ്റി, ചാർജിന്റെ പൊളാരിറ്റി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. ചാർജിന്റെ പൊളാരിറ്റി ആ ഫോഴ്സ് അട്രാക്റ്റീവ് ആണോ റിപ്പൾസീവ് ആണോ എന്ന് എഴുതുന്നതിന് വേണ്ടി മാത്രം യൂസ് ചെയ്താൽ മതി. അല്ലാതെ അതിൻ്റെ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ പോളാരിറ്റി എടുക്കണ്ട. അപ്പം ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാകുന്ന കേസാണ് എവിടെ ചാർജിൻ്റെ പൊളാരിറ്റി എടുക്കണം, എവിടെ ചാർജിൻ്റെ പൊളാരിറ്റി എടുക്കേണ്ട എന്നുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കേസിൽ പറഞ്ഞു, ഒരു ബോഡിയുടെ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കുമ്പോൾ ചാർജിൻ്റെ ഓൾജിബ്രിക് സമ്മാണ് എടുക്കുന്നത്. ആ കേസിൽ നമ്മൾ ചാർജിൻ്റെ പൊളാരിറ്റി കൺസിഡർ ചെയ്യണം. എന്നാൽ ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ആ ഫോഴ്സ് എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുമ്പോൾ ചാർജിൻ്റെ പൊളാരിറ്റി നിങ്ങൾ എടുക്കേണ്ട
പൊളാരിറ്റി എടുക്കാതെ നിങ്ങൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. പിന്നെ ചാർജിൻ്റെ ഫോഴ്സിൻ്റെ നേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടി അട്രാക്റ്റീവ് ആണോ റിപ്പൾസീവ് ആണോ എന്ന് കൺസിഡർ ചെയ്യുന്നതിന് വേണ്ടി മാത്രം ആ പൊളാരിറ്റി നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. രണ്ട് ചാർജുകളും അല്ലെങ്കിൽ ലൈക്ക് ചാർജസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും, അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ അവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. ഓക്കെ. ഓക്കെ, 17.58 ന്യൂട്ടൺ കിട്ടും. 17.58 ന്യൂട്ടൺ. അടുത്തത്, 2 small spheres each having the charge plus Q are suspended by insulating threads of length capital L from a hook. This arrangement is taken in space where there is no gravitational effect. Then the angle dash between the two suspensions and the tension is dash in each threads. നമുക്ക് ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. 2 small spheres each having the charges plus Q are suspended by insulating threads of length L from a hook. അപ്പോൾ ഒരു ഹുക്കിൽ നിന്നും ഒരു ത്രെഡ്, ഒരു ഇൻസുലേറ്റിംഗ് ത്രെഡ് ഉപയോഗിച്ച് രണ്ട് സ്മോൾ സ്പിയേഴ്സ് ഹാങ് ചെയ്തിട്ടിരിക്കുന്നു അല്ലേ? രണ്ട് സ്മോൾ സ്പിയേഴ്സ്. ആ രണ്ട് സ്മോൾ സ്പിയേഴ്സിലും ചാർജ് എത്രയാണ്? പ്ലസ് ക്യൂ. പ്ലസ് ക്യൂ. ഓക്കെ. The arrangement is taken in space where there is no gravitational effect. അപ്പോൾ ഇവിടെ ഗ്രാവിറ്റേഷണൽ എഫക്റ്റ് ഇല്ല. നേരെ താഴേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒന്നും ഇവിടെ ആക്ട് ചെയ്യുന്നേ ഇല്ല. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ലാത്തൊരു സ്പേസിലാണ് ഈ എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മാത്രമാണുള്ളത്. ഇതൊരു പോസിറ്റീവ് ചാർജ് ആണ്, ഇതൊരു പോസിറ്റീവ് ചാർജ് ആണ്. അപ്പം ഇതിൽ രണ്ട് സ്പിയേഴ്സിലും പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്പിയേഴ്സും തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്ന ഫോഴ്സിന്റെ നേച്ചർ എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ആയിരിക്കുമോ റിപ്പൾസീവ് ആയിരിക്കും? അട്രാക്റ്റീവ് ആയിരിക്കും റിപ്പൾസീവ് ആയിരിക്കും? യെസ്, ഇറ്റ് ഈസ് റിപ്പൾസീവ്. അപ്പം റിപ്പൾസീവ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? അത് മാക്സിമം അകന്ന് നിൽക്കും അല്ലേ? മാക്സിമം അകന്നു പോകും. അപ്പം ഇത് റിപ്പൾസീവ് ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നത് കൊണ്ട് വേറെ ഒരു ഫോഴ്സും ഇല്ല, ആകെ റിപ്പൾസീവ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് മാക്സിമം അകലുക എന്ന് പറയുന്നത് ബോൾ ഇവിടം വരെ ആകാം, ത്രെഡ് ഇവിടം വരെ ആകാം അല്ലേ? ഈ ലെങ്ത് എൽ, ഈ ലെങ്ത് എൽ. അപ്പോൾ ഇങ്ങനെയായിരിക്കും അത് നിൽക്കുക. അപ്പോൾ ഇത് നമ്മളുടെ ആംഗിൾ എത്രയാണ്? Then the angle dash between two suspensions. ആംഗിൾ എത്രയാവും? ഇതുപോലെ ആംഗിൾ എത്രയായി? 180 ഡിഗ്രി അല്ലേ? അപ്പോൾ ആംഗിൾ 180 ഡിഗ്രി ആയി. അപ്പോൾ ആംഗിൾ 180 ഡിഗ്രി. 180 ഡിഗ്രി. അപ്പം ആംഗിൾ കിട്ടി. ആംഗിൾ 180 ഡിഗ്രിയുള്ള 3 കേസുകളുണ്ട്. ഇനി ആൻഡ് ദ ടെൻഷൻ ഇൻ ഡാഷ് ഇൻ ഈച്ച് ത്രെഡ്. ഓരോ ത്രെഡിലുമുള്ള ടെൻഷൻ
ഇതിൽ എന്തുമാത്രം ടെൻഷൻ ഈ ത്രെഡിൽ ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടെൻഷൻ ഇങ്ങോട്ട് ആക്ട് ചെയ്യും. എന്തുകൊണ്ട്? ഇവിടെയുള്ള റിപ്പൾസീവ് ഫോഴ്സ് ഇങ്ങോട്ട് ആയതുകൊണ്ട് ആ റിപ്പൾസീവ് ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അതിൽ ആ ത്രെഡിൽ ടെൻഷൻ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ആ ത്രെഡിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ ആക്ട് ചെയ്യുന്ന റിപ്പൾസീവ് ഫോഴ്സ് എത്രയാണെന്ന് എഴുതണം. ഇവിടെ ആക്ട് ചെയ്യുന്ന റിപ്പൾസീവ് ഫോഴ്സ് എത്രയാണ്? ആക്ട് ചെയ്യുന്ന റിപ്പൾസീവ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് എഴുതിക്കേ. എത്ര വരും? എ ആണോ, ബി ആണോ, സി ആണോ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? കുളോംബ്സ് ലോയിൽ നിന്നും ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതാം. ഇവിടെ രണ്ട് ചാർജുകളാണ്. ഇവിടെ Q എന്ന് പറയുന്ന ഒരു ചാർജ്, ഇവിടെ Q എന്ന് പറയുന്ന ഒരു ചാർജ്. അപ്പോൾ ഫോഴ്സിന്റെ ഇക്വേഷൻ F is equal to 1/4πε0 into Q1 Q2. Q1 Q2 എന്ന് പറയുമ്പോൾ Q into Q, that is Q square, divided by distance. Distance ഇവിടെ എത്രയാണ്? ഡിസ്റ്റൻസ് ഇവിടെ ഒരു L ഉണ്ട്, ഇവിടെ ഒരു L ഉണ്ട്. അപ്പോൾ 2L the whole square. But the answer is A. The answer is A. ആൻസർ A ആണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആൻസർ സി നോക്കിക്കേ. C is equal to 180 degree into 1/4πε0 into Q square divided by 2L square. എന്താ വ്യത്യാസം? എന്തുവാ? ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇതും തമ്മിലൊരു ചെറിയ വ്യത്യാസമുള്ളൂ. എന്താണ് വ്യത്യാസം? ഹോൾ സ്ക്വയർ ആണ് വേണ്ടത്. ഇവിടെ ഹോൾ സ്ക്വയർ ഇല്ല. അതുകൊണ്ട് പെട്ടെന്ന് നോക്കുമ്പോൾ തെറ്റിപ്പോകരുതും. 2L the whole square ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ആൻസർ എ. നന്ദന പറഞ്ഞത് ആൻസർ കറക്റ്റ് ആണ്. ഗുഡ്. The answer is A. Next is unit of charge. Unit of charge. What is the unit of charge? Unit of charge is coulomb. Coulombിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? Coulomb is that charge which when placed in free space at a distance of 1 meter from an equal and similar charge repels with a force of 9 into 10 raised to 9 Newton. Coulomb is that charge which when placed in free space at a distance of 1 meter from an equal and similar charge repels with a force of 9 into 10 raised to 9 Newton. അതാണ് Coulomb. അപ്പോൾ Coulombിന്റെ ഡയമെൻഷൻ നമുക്ക് എങ്ങനെ എഴുതാം? T raised to 1 A raised to 1. അതാണ് Coulombിന്റെ ഡയമെൻഷൻ. Next is relative permittivity or dielectric constant, epsilon R or K. Relative permittivity, epsilon R or K. അപ്പോൾ epsilon R അല്ലെങ്കിൽ K ക്ക് പറയുന്ന പേരാണ് relative permittivity അല്ലെങ്കിൽ dielectric constant എന്ന് പറയുന്നത്. If the charge Q1 and Q2 are placed in a medium, നമ്മൾ നേരത്തെ പഠിച്ചത് വാക്യൂം അല്ലെങ്കിൽ എയറിൽ പ്ലേസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ അതൊരു മീഡിയത്തിലാണ്. വാട്ടർ എന്ന് പറയുന്ന മീഡിയത്തിലോ അല്ലെങ്കിൽ കെറോസിൻ എന്ന് പറഞ്ഞ മീഡിയത്തിലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മീഡിയത്തിലാണ് നമ്മൾ ഈ ചാർജിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് എങ്കിൽ the force between the charges can be written as F is equal to 1/4πε into Q1 Q2 by R square. What is epsilon? Epsilon is the permittivity of that medium. അപ്പോൾ epsilon 0 ആയത് നേരത്തെ എയറിന്റെ കേസ് നമ്മൾ എടുത്തത്. എന്നാൽ ഒരു മീഡിയത്തിലാണെങ്കിൽ ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ആയി എപ്സിലോൺ ആണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. 1/4πε Q1 Q2 divided by R square. ഇനി what is epsilon or relative permittivity? Relative permittivity പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം മറ്റൊന്നിനെ റിലേറ്റ് ചെയ്ത് പറയുന്നതാണ്. എന്തിനെ റിലേറ്റ് ചെയ്താണ് പറയുന്നത്? ഒരു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയെ ഫ്രീ എയർ അല്ലെങ്കിൽ വാക്യൂത്തിന്റെ പെർമിറ്റിവിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പറയുന്നതിനെയാണ് നമ്മൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ R is equal to എപ്സിലോൺ divided by എപ്സിലോൺ 0. അപ്പോൾ എപ്സിലോണിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? എപ്സിലോൺ ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എപ്സിലോൺ 0 എപ്സിലോൺ R എന്ന് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷനിൽ എപ്സിലോണിന് പകരം നമുക്ക് എപ്സിലോൺ 0 എപ്സിലോൺ R എന്ന് എഴുതിയാൽ ഇക്വേഷൻ എന്ത് കിട്ടി? F is equal to 1/4πε0 എപ്സിലോൺ R Q1 Q2 divided by R square. അപ്പോൾ ഈ എപ്സിലോൺ R അല്ല എങ്കിൽ K ക്ക് പറയുന്നതാണ് കെക്ക് പറയുന്ന പേരാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അതേപോലെ തന്നെ ഇതൊരു കോൺസ്റ്റന്റ് ആണ്, ഒരു ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണ്. ഡയമെൻഷൻ ഇല്ലാത്ത ഒരു കോൺസ്റ്റന്റ് ആണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻ ദ പ്രസൻസ് ഓഫ് ഡൈഇലക്ട്രിക്, ദ ഇലക്ട്രിക് ഫോഴ്സ് ബിറ്റ്വീൻ ദ ടു ചാർജ് ഡിക്രീസസ്
and becomes 1 by k times its value in free space. അപ്പോൾ ഫ്രീ സ്പേസിലുള്ള ഒരു ഫോഴ്സ്, ഫ്രീ സ്പേസിൽ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഒരു അട്രാക്റ്റീവ് അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് നിങ്ങൾക്ക് നൽകുകയാണെന്നുണ്ടെങ്കിൽ ആ സെയിം ചാർജുകളെ സെയിം ഡിസ്റ്റൻസിൽ ഒരു മീഡിയത്തിലാണ് പ്ലേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഫോഴ്സ് ഡിക്രീസ് ചെയ്യും. എത്ര ടൈംസ്? 1 by k ടൈംസ്. ബിക്കോസ് ഒരു മീഡിയത്തിൽ വെക്കുകയാണെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക, 1 by 4 pi epsilon 0 epsilon r q1 q2 ഡിവൈഡ് ബൈ r സ്ക്വയർ. അവിടെ 1 by epsilon r അല്ലെങ്കിൽ 1 by k എന്ന് പറയുന്ന ഒരു ടേം ആണ് അഡീഷണൽ ആയിട്ട് വരിക. അപ്പോൾ ഫോഴ്സ് ഡിക്രീസ് ആകും ഒരു മീഡിയത്തിൽ നമ്മൾ വെക്കുമ്പോൾ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Force between 2 point charges in air is 81 Newton and the system is dipped in water of dielectric constant 81. Then the new force between the charges. അപ്പോൾ രണ്ട് പോയിന്റ് ചാർജസ് Q1 Q2 അത് തമ്മിലുള്ള ഫോഴ്സ് അവർ നൽകിയിട്ടുണ്ട് 81 ന്യൂട്ടൺ ആണ്. ആ സിസ്റ്റം അതേപോലെ തന്നെ നമ്മളൊരു മീഡിയത്തിൽ ഒരു വാട്ടറിൽ ഇമേഴ്സ് ചെയ്യുകയാണ്. വാട്ടറിൽ ഇമേഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ്, വാട്ടറിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻസ് 81 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പുതിയ ഫോഴ്സ്, ന്യൂ ഫോഴ്സ് എത്രയാണെന്നുള്ളതാണ്. അപ്പം ന്യൂ ഫോഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? ന്യൂ ഫോഴ്സ് F is equal to 81 divided by 81 എഴുതാം അല്ലേ, 1 by k ടൈംസ് ഓൾഡ് ഫോഴ്സ് എന്നാണ്. അപ്പോൾ 1 by k എന്ന് പറയുന്നത് ഇവിടെ എത്ര? 81 ആണ്. 81 into 81 is equal to 1 ന്യൂട്ടൺ എന്ന് കിട്ടും. അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, 2 point charges 2 microcoulomb and 4 microcoulomb are placed in a medium of dielectric constant 80 at a distance 3 cm apart. Find the force between them. രണ്ട് ചാർജുകൾ Q1 Q2. It is separated by a distance 3 cm. അതൊരു മീഡിയത്തിലാണ് വെക്കുന്നത്. K തന്നിട്ടുണ്ട് 80. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് K എന്ന് പറയുന്നത് ക്യാപിറ്റൽ K ആയിട്ടാണ് എടുക്കുന്നത്. പിന്നെ 1 by 4 pi epsilon 0ക്ക് പകരം നമ്മളൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമ്മൾ കൊടുത്തായിരുന്നു, ഒരു സ്മോൾ K ആണ്. അത് സ്മോൾ K ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. എന്നാൽ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് എപ്സിലോൺ r അല്ലെങ്കിൽ ക്യാപിറ്റൽ K ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ രണ്ട് Kയും തമ്മിൽ തെറ്റിപ്പോകരുത്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതി. 1 by 4 pi epsilon 0 epsilon r into q1 q2 by r square. Okay. അടുത്ത സിമിലർ ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 point charges having equal charges separated by 1 meter distance experiences a force of 8 Newton. What will be the force experienced by them if they are held in water at the same distance? അപ്പം സെയിം ചാർജസ് സെയിം ഡിസ്റ്റൻസിൽ വാട്ടറിലേക്ക് ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സിന് എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചാണല്ലോ. എയറിലുള്ള ഫോഴ്സ് എഫ് എയർ എന്ന് പറയുന്നത് 8 ന്യൂട്ടൺ ആണ്. അപ്പോൾ വെള്ളത്തിൽ വെക്കുകയാണെങ്കിൽ എഫ് വാട്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 1 by k ടൈംസ് എഫ് എയർ ആണ് അല്ലേ. 1 by k ഇതിൻ്റെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. K 80 ആണെന്ന്, 80 into 8. The answer is 1 by 10 Newton. Okay. Coulomb's law in vector form. If Q1 and Q2 are
ടു ലൈക്ക് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ആർ. അപ്പോൾ നമ്മളിവിടെ രണ്ട് ചാർജസ് എടുക്കുകയാണ്, രണ്ടും പോസിറ്റീവ് ചാർജ് ആണെന്ന് കൺസിഡർ ചെയ്യാം, Q1ഉം Q2. It is separated by a distance r. Then the force on Q2 due to Q1. അപ്പം Q1 എന്ന് പറയുന്ന ചാർജ് Q2ലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും. സിമിലർലി Q2 എന്ന് പറയുന്ന ചാർജ് Q1ലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും. ഫോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ എഴുതുന്നത് ഫോഴ്സ് ഓൺ ദ ചാർജ് Q2 ഡ്യൂ ടു Q1. അതിനെയാണ് നമ്മൾ F21 എന്ന് എഴുതുന്നത്. F21. അപ്പോൾ F21 എന്ന് എഴുതുമ്പോൾ ഫോഴ്സ് ഓൺ ദ ചാർജ് Q2 ഡ്യൂ ടു Q1 അങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത്. ഫോഴ്സ് ഓൺ ദ ചാർജ് Q2 ഡ്യൂ ടു Q1 is equal to 1 by 4π/0 Q1 Q2 divided by r square into അതിന്റെ ഡയറക്ഷൻ റെപ്രസെന്റ്, ഇത് വെക്ടർ എഫ് ആണ്, നമ്മൾ വെക്ടർ ഫോമിലാണ് കുളോംസ് ലോ എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് അതിനൊരു ഡയറക്ഷൻ വേണം. ആ ഡയറക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നതാണ് R21. R21 എന്ന് പറയുന്നത് എന്താണ്? R21 is the unit vector towards Q2. അപ്പം ഈ ടുവേർഡ്സ് എന്ന വേർഡ് നിങ്ങൾ ഓർത്തിരിക്കുക. ടുവേർഡ്സ് എന്ന് പറയുന്നത് ടുവേർഡ്സ് Q2 ഫ്രം Q1. ഓക്കെ, അപ്പം അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ട്. അപ്പോൾ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ചാർജ് Q2 ഡ്യൂ ടു Q1 ഈസ് F21. അപ്പോൾ ഇവിടെ ഈ സഫിക്സ് എഴുതുന്നതാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. അത് തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എളുപ്പമാർഗം പറഞ്ഞു തരുന്നത്. ഫോഴ്സ് ഓൺ ദ ചാർജ് Q2 due to Q1 അങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത്. ഫോഴ്സ് ഓൺ ദ ചാർജ് Q2 due to Q1 is equal to 1 by 4π/0 Q1 Q2 by r square. അത് അത്രയും പ്രശ്നമില്ല. പിന്നെ ഉള്ളത് ഡിസ്റ്റൻസ് r എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എടുക്കുന്ന ഡയറക്ഷൻ ആണ്. r എന്ന് പറയുന്ന ഡിസ്റ്റൻസ് R21 ആയിട്ട് എഴുതിയാൽ നമുക്ക് പറയാം ഇറ്റ് ഇസ് എ യൂണിറ്റ് വെക്ടർ ടുവേർഡ്സ് Q2 ടുവേർഡ്സ് Q2 ഫ്രം Q1. അപ്പോൾ r-ന്റെ ഡയറക്ഷൻ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇനി Q2 എന്ന് പറയുന്ന ചാർജ് Q1ൽ ഒരു ഫോഴ്സ് കൊടുക്കും. അപ്പോൾ ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ചാർജ് Q1 ആണ്. അപ്പോൾ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ചാർജ് Q1 ഡ്യൂ ടു Q2 അതെങ്ങനെ എഴുതാം? F12 is equal to 1 by 4π/0 into Q1 Q2 divided by r square into യൂണിറ്റ് വെക്ടർ R12. എന്താണ് R12? ഇറ്റ് ഈസ് എ യൂണിറ്റ് വെക്ടർ ടുവേർഡ്സ് Q1. ഓക്കെ, ആദ്യത്തെ പറയാം ടുവേർഡ്സ് Q1 ഫ്രം Q2. അപ്പോൾ അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്. ഓക്കെ, ഇനി ഇതിലൊരു കാര്യം കൂടെ നമുക്ക് പറയാം. F21ന്റെ ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതി. ആ F21നെ മറ്റൊരു രീതിയിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ എക്സ്പ്രസ് ചെയ്യാം. ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുക. 1 by 4π/0 into Q1 Q2 divided by r³ എന്ന് എഴുതി. ഇവിടെ r സ്ക്വയർ ആണ്, ഇവിടെ ഞാൻ r³ ആക്കി. ഇവിടെ യൂണിറ്റ് വെക്ടറിന് പകരം ഞാനൊരു വെക്ടർ R21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്താണ് വെക്ടർ R21? വെക്ടർ R21 ഒരു യൂണിറ്റ് വെക്ടറിനെ അല്ലെങ്കിൽ ഒരു വെക്ടർ R21 എന്ന് പറയുന്ന വെക്ടറിന് രണ്ട് പാർട്ടാണുള്ളത്, ഒരു മാഗ്നിറ്റ്യൂഡ് പാർട്ടും ഒരു ഡയറക്ഷണൽ പാർട്ടും. മാഗ്നിറ്റ്യൂഡ് പാർട്ടാണ് നമ്മൾ വെറുതെ r എന്ന് എഴുതാം, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് വെക്ടർ r എന്ന് എഴുതാം. അതാണ് മാഗ്നിറ്റ്യൂഡ് പാർട്ട്. ഡയറക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നതാണ് യൂണിറ്റ് വെക്ടർ, അതാണ് R21. അപ്പോൾ അങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഒരു വെക്ടർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഡിനോമിനേറ്ററിൽ r³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ജസ്റ്റ് ഇങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് റീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇത് പറഞ്ഞു. ഇനി since R21 and R12 are unit vectors pointing in opposite direction. R21 എന്ന് പറയുന്നത് towards 2 from 1, അതാണ് R21. R12 എന്ന് പറയുന്നത് എന്താണ്? R12 എന്ന് പറയുന്നത് towards 1 from R2. അപ്പം ഇത് R12, ഇത് R21. ശരിയാണല്ലോ? ഓക്കെ, since unit vector R21 and unit vector R12 are unit vectors pointing in opposite direction, we have R12 is equal to minus R21. കാരണം R12ന്റെയും R2ന്റെയും ഡയറക്ഷൻസ് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ടാണ് R12 is equal to minus R21 എന്ന് എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ എങ്ങനെ എഴുതാം? F12 is equal vector F12 is equal to 1 by 4π/0 Q1 Q2 divided by r square into
R12 എന്നാണ് നമ്മൾ എഴുതിയത്. R12 പകരം എന്ത് കൊടുക്കാം? -R21 എഴുതാം. അപ്പോൾ -R21 മൈനസ് യൂണിറ്റ് വെക്റ്റർ R21 എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഇത് മൈനസ് നമുക്ക് ഇങ്ങോട്ട് മാറ്റാം, മൈനസ് ഇങ്ങോട്ട് മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളതെന്ന് പറയുന്നത് എന്താണ്? ബാക്കിയുള്ളതെന്ന് പറയുന്നത് ഫസ്റ്റ് എഴുതിയ ഇക്വേഷൻ ആണ് F21 ആണ്, F21. അപ്പോൾ അതിൽ നമുക്ക് എഴുതാം F12 ഈസ് ഈക്വൽ ടു മൈനസ് F21. F12 ഈസ് ഈക്വൽ ടു മൈനസ് F21 എന്ന് പറഞ്ഞാൽ എന്താണ്? Q1 എന്ന് പറയുന്ന ചാർജ് Q2ൽ കൊടുക്കുന്ന ഫോഴ്സും Q2 എന്ന് പറയുന്ന ചാർജ് നേരെ തിരിച്ച് Q1ൽ കൊടുക്കുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, എന്നാൽ ഡയറക്ഷൻസ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, അത് ക്യാൻസൽ ആയി പോകത്തില്ല. എന്നാൽ അത് ക്യാൻസൽ ആയി പോവില്ല. എന്തുകൊണ്ടാണ് ക്യാൻസൽ ആയി പോകാത്തത്? അതിനെക്കുറിച്ച് നമുക്ക് അടുത്തത് പറയാം. This shows that force exerted by the two charges on each other are equal and opposite. Therefore, the Newton's third law of motion is obeyed. Newton's third law of motion obey ചെയ്യുന്നുണ്ട്. Equal and opposite ആണ്. The force experienced by one charge due to another act in the direction of the line joining the two charges. This shows that the electrostatic force between the two charges is a central force. അപ്പം ഇത് രണ്ടും കൂടെ ആക്ട് ചെയ്യുന്നത് ഒരു ലൈനിലാണ്. ഇത് തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ലൈനിൽ കൂടെയാണ് ഇത് രണ്ട് ഫോഴ്സും ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ സെൻട്രൽ ഫോഴ്സ് എന്ന് പറയാം. ഇത് സെൻട്രൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുളംസ് ലോ ഫോഴ്സ് എന്ന് പറയുന്നത് സെൻട്രൽ ഫോഴ്സ് ആണെന്ന് പറയാം. എന്നാൽ ഇത് ക്യാൻസൽ ആകത്തില്ല. ക്യാൻസൽ ആകാത്ത എന്താണ്? ന്യൂട്ടൺസ് തേർഡ് ലോയുടെ കേസ് നമ്മൾ ക്യാൻസൽ ആകത്തില്ലെന്ന് പറഞ്ഞത് കാരണം F12 എന്ന് പറയുന്നത് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ചാർജ് 1 ഡ്യൂ ടു Q2 ആണ്. അതേപോലെ F21 എന്ന് പറയുന്നത് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ചാർജ് Q2 ആണ്. അപ്പം ഒരു ഫോഴ്സ് Q1ലാണ് ആക്ട് ചെയ്യുന്നത്, മറ്റേ ഫോഴ്സ് Q2ലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ബോഡിയിലാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ക്യാൻസൽ ആകുന്നത്. ഒരു ബോഡിയിൽ തന്നെ രണ്ട് ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുവാണെങ്കിൽ മാത്രമേ അത് ക്യാൻസൽ ആയി പോകത്തുള്ളൂ. ഇത് F12 ആക്ട് ചെയ്യുന്നത് ഫസ്റ്റ് ബോഡിയിലും F21 ആക്ട് ചെയ്യുന്നത് സെക്കൻഡ് ബോഡിയിലുമാണ്. അതുകൊണ്ടാണ് അത് ക്യാൻസൽ ആകാത്തത്. ന്യൂട്ടൺസ് തേർഡ് ലോ ഒബേ ചെയ്യുന്നതും അതുകൊണ്ടാണ്. രണ്ടാമത്തെ പോയിന്റ്, ഇതൊരു സെൻട്രൽ ഫോഴ്സ് ആണ്. അടുത്തത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചു കണ്ടുള്ളത്, ഇഫ് Q1 and Q2 ആർ ലൈക്ക് ചാർജസ്. ഓക്കെ, ഇഫ് Q1 and Q2 ആർ ലൈക്ക് ചാർജസ്, അപ്പോൾ Q1 ഉം Q2 ഉം ലൈക്ക് ചാർജസ് ആണെങ്കിൽ F21 is along R21 which denotes repulsion. ഇപ്പോൾ ലൈക്ക് ചാർജസ് ആണെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ആണ് ഉണ്ടാകുക, അല്ലേ? അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഉണ്ടാകുക. അപ്പം ലൈക്ക് ചാർജസിന് പകരം ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇതേ ഫോർമാറ്റിലായിരിക്കും ചിലപ്പോൾ ചോദിക്കുക Q1 into Q2 greater than 0. Q1 into Q2 greater than 0 ആണെങ്കിൽ അത് ലൈക്ക് ചാർജസ് ആയിരിക്കണം. കാരണം പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് പോസിറ്റീവ് ആവും, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് 0യേക്കാൾ കൂടുതലുള്ള വാല്യൂ, രണ്ടും പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. എന്നാൽ ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവ് ആണെങ്കിലോ, നെഗറ്റീവ് ആണെങ്കിൽ അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും നമുക്ക് കിട്ടുക, വിച്ച് ഈസ് ലെസ് ദാൻ 0. അപ്പോൾ Q1 into Q2 ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ദാറ്റ് ഈസ് ആൻ അൺലൈക്ക് ചാർജസ് ആയിരിക്കും. Q1 into Q2 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് ലൈക്ക് ചാർജസ് ആയിരിക്കും. ഇത് ഇവിടെ ഒന്ന് എഴുതിയിട്ട് നമുക്ക് നിർത്താം. Two equal point charges each of 3 microcoulomb are separated by a certain distance in meters. If they are located at I plus j plus k, I cap plus j cap plus k cap and 2 I cap plus 3 j cap plus k cap, then the electrostatic force between them is. അപ്പോൾ ഇവിടെ എഫിൻ്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. F is equal to Q1 Q2 by K into Q1 Q2 by R square ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ Q1 ഉം Q2 തന്നിട്ടുണ്ട് 3 മൈക്രോകുളം വീതമാണ്, ലൈക്ക് ചാർജസ് ആണ്, രണ്ടും 3 മൈക്രോകുളം വീതമാണ്. എന്നാൽ ഡിസ്റ്റൻസ് ഇവർ പൊസിഷൻ വെക്ടറിൻ്റെ ടേമിലാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. പൊസിഷൻ വെക്ടറിൻ്റെ ടേമിലാണ് ഇത് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. Q1ൻ്റെ പൊസിഷൻ I cap plus j cap plus k cap ആണ്. Q2ൻ്റെ പൊസിഷൻ R cap plus 2 I cap plus 3 j cap plus k cap ആണ്. അപ്പോൾ നമുക്ക് R കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ പിക്ചർ വരയ്ക്കാം. ഇത് 3 ഡയമെൻഷനിലാണ്, ഞാൻ 2 ഡയമെൻഷനിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി 2 ഡയമെൻഷനിൽ വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. Q1 എന്ന് പറയുന്ന ചാർജ് ഇതാണ്. Q1 എന്ന് പറയുന്ന ചാർജ് ഇതാണ് R1 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം R1 എന്ന് പറയുന്നത് I cap plus j cap plus k cap ആണ്.
Q2 എന്ന് പറയുന്ന ചാർജ് ഇതാണ്, അത് R2 എന്ന് പറയുന്ന പൊസിഷൻ വെക്ടർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇക്വേഷനിൽ K ഇൻറ്റു ഫോഴ്സിൻ്റെ ഇക്വേഷനിൽ F = K ഇൻറ്റു Q1 Q2 ബൈ R സ്ക്വയർ എന്ന് പറയുന്ന R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ബിറ്റ്വീൻ Q1 ആൻഡ് Q2, ഇതാണ് R. ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ R1 തന്നിട്ടുണ്ട്, R2 തന്നിട്ടുണ്ട്. നമുക്ക് ഈ R കണ്ടുപിടിക്കേണ്ടതാണ്. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് R കണ്ടുപിടിക്കണം. R കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? R എന്ന് പറയുന്നത് R2 മൈനസ് R1 ആണ്. R എന്ന് പറയുന്നത് R2 മൈനസ് R1. Vector R is equal to R2 minus vector R1. Triangular law of vector addition. Triangular law കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വെക്ടർ R is equal to R2 minus R1. ഇനി R2 minus R1 കണ്ടുപിടിക്കാം. R2ന്റെ വാല്യൂ ഇതാണ്, R1ന്റെ വാല്യൂ ഇതാണ്. അത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? I cap plus 2j cap എന്ന് കിട്ടും. I cap plus kയും ക്യാൻസൽ ആയി പോകും. പിന്നെ I cap plus 2j cap എന്ന് കിട്ടും. നമുക്ക് ആറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് വേണ്ടത്. ആറിന്റെ മാഗ്നിറ്റ്യൂഡ് വേണം. മാഗ്നിറ്റ്യൂഡ് എടുക്കാൻ വേണ്ടി സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ, നമുക്ക് √5 എന്ന് കിട്ടും. ഇനി നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ R സ്ക്വയർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻസർ എടുത്തിട്ടും 16.2 × 10⁻³ ന്യൂട്ടൺ എന്ന് കിട്ടും. ഇതിൽ ആൻസർ നിയർ ബൈ ആയിട്ടുള്ള ആൻസർ 16 ആണ്. 16 × 10⁻³ ന്യൂട്ടൺ. ദ ആൻസർ ഈസ് ബി. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.